ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 4-3 മുതൽ 6 വരെ. നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടി അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വെറും പാത്രങ്ങൾ എണ്ണ നിറയ്ക്കാനായി കൊണ്ടുവരുന്ന ചിത്രമാണ് നമ്മൾ വായിച്ചത്. പല വീടുകളിലും ഉപയോഗിക്കാനായി വാങ്ങിച്ചു വെച്ചു എങ്കിലും ഇതുവരെയും ഉപയോഗിക്കാൻ ഇടയാകാത്ത അനവധി പാത്രങ്ങളുണ്ട്. അവയാണ് ഈ വെറും പാത്രങ്ങൾ. ഏലിശയുടെ അടുക്കൽ ആവലാതിയുമായി വന്ന വിധവയോട് വെറും പാത്രങ്ങൾ ധാരാളം വാങ്ങി പുരയ്ക്കകത്ത് വെച്ച് എണ്ണ പകരാൻ ഏലിശ ഉപദേശിക്കുന്നതായി ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നു. പാത്രങ്ങൾ കടം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഉപയോഗമില്ലാതെ മാറ്റിവെച്ചിരിക്കുന്ന വെറും പാത്രങ്ങളാവാൻ കൊടുത്തത്. മാറ്റിവെച്ചിരിക്കുന്നവയെല്ലാം കർത്താവിന് ആവശ്യമുണ്ട്. എന്നെ ഒന്നിനും കൊള്ളില്ല, ആർക്കും വേണ്ടാത്ത ഞാൻ ഈ മൂലയിൽ ചുരുണ്ടിരിക്കാം എന്ന് ആരും പറയണ്ട. നിറഞ്ഞു കവിഞ്ഞ് കടം വീട്ടി സമ്പന്നരാക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളിയായി നിറഞ്ഞ് ശോഭിക്കാൻ ദൈവത്തിന് ഇവരെ ആവശ്യമുണ്ട്. ദൈവം തമ്പുരാൻ സകല വ്യക്തികൾക്കും ഓരോരോ താലന്തുകൾ നൽകിയിട്ടുണ്ട്. അവനവൻ്റെ പ്രാപ്തി പോലെയാണ് വൈവിധ്യമായി നൽകിയിരിക്കുന്നത് എന്ന് താലന്തുകളുടെ ഉപമയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവ എന്താണെന്ന് മനസ്സിലാക്കി വികസിപ്പിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും അവരവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്താനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവയെ നഷ്ടപ്പെടുത്താതെ, എന്നാൽ പ്രയോജനപ്പെടുത്താതെ കുഴിച്ചിട്ട ദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് താലന്ത് ഫലമേൽപ്പിച്ചവൻ വിളിക്കുന്നത്. വെറും പാത്രമായി നിഷ്ക്രിയരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ കൽപ്പാത്രങ്ങളെ നമ്മൾ കാണുന്നു. 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം. എല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു ചെയ്ത അത്ഭുതം. ഇത്രയും വലിയ ശുശ്രൂഷ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചെയ്യാൻ ഈ കൽപ്പാത്രങ്ങൾ കഴിഞ്ഞു എന്ന് ആരാണ് വിശ്വസിക്കുക? പുറത്ത് കാൽ കഴുകാനായി മാറ്റിവെച്ച പാത്രങ്ങൾ, പ്രത്യേക ആകർഷണീയത ഒന്നുമില്ലാതെ, പ്രത്യേക പരിഗണനകളൊന്നും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ചുമതല വിശ്വസ്തയോടെ കാലങ്ങളോളം നിറവേറ്റിയ കൽപ്പാത്രങ്ങൾ. എന്നാൽ തമ്പുരാന് അത്ഭുതം പ്രവർത്തിക്കാൻ തക്ക സമയം വന്നപ്പോൾ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത പാത്രങ്ങൾ അവയായിരുന്നു. ഇതുപോലെയുള്ള ജീവിതങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ദാഹത്തോടെയും വിശ്വസ്തയോടെയും ശ്രദ്ധയോടെയും ചെയ്തവർക്ക് തക്ക സമയം വരുമ്പോൾ ഏറ്റവും പ്രയോജനകരമായ ശുശ്രൂഷ ചെയ്യാനായി ഒരു വ്യവസ്ഥയുമില്ലാതെ വിട്ടുകൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഇന്നും ഇങ്ങനെയുള്ള പാത്രങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അരിമത്യയിലെ യോസേഫ് തക്ക സമയം വന്നപ്പോൾ പുറത്തേക്ക് വന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ സ്വയം സമർപ്പിച്ചു.
കോരഹപുത്രന്മാർ സമാഗമന കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരനാകാൻ നിയമിക്കപ്പെട്ടിരുന്നു. വാതിൽ കാവൽക്കാരുടെ ശുശ്രൂഷ അത്യന്താപേക്ഷിതമാണെങ്കിലും അകത്ത് നടക്കുന്ന ആനന്ദത്തിലും ആരാധനയിലുമൊന്നും പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് കിട്ടുന്ന ദിനങ്ങളിലാവാം അകത്തെ സന്തോഷത്തിൽ പങ്കാളിയാകാൻ സാധിക്കുക. മറ്റുള്ളവർക്ക് അടയാളമാകാൻ വേണ്ടി ശേഷിപ്പിക്കപ്പെട്ടവർ എന്നാണ് അവരെക്കുറിച്ച് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ പല വിധത്തിൽ ജീവിതത്തിൽ നിന്ദാപാത്രങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ വിധിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതം ഒരു പക്ഷേ നിന്ദാപാത്രമായിരിക്കാം, കാലിയായ പാത്രമായിരിക്കാം. എന്നാൽ ഈ പാത്രങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുന്ന, ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന, നിഷ്പ്രയോജനമെന്ന് ലോകം വിധിയെഴുതിയ ജീവിതമാകുന്ന പാത്രങ്ങളെ കർത്താവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒഴിഞ്ഞ പാത്രങ്ങളിലാണ് എണ്ണ പകരപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെ നിറയ്ക്കാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഒഴിഞ്ഞ പാത്രങ്ങളായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുമ്പോൾ അതിൽ മറ്റൊന്നും പകരാൻ സാധിക്കില്ല. ദൈവകൃപ എന്ന എണ്ണ പകരപ്പെടണമെങ്കിൽ, നിറഞ്ഞു കവിയണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളായി ദൈവം തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെ ഒരു അത്ഭുതം നടക്കും. അവിടെ എലിശാ പ്രവാചകൻ ചെയ്തതുപോലെ ഒരു കുടുംബത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറ്റാൻ സാധിക്കുന്നു. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒഴിഞ്ഞ പാത്രങ്ങളെ, നിന്ദാപാത്രങ്ങളെ മാനപാത്രങ്ങളായി മാറ്റുന്ന ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ച് പരിപാലിച്ച് നിദ്രയും വിശ്രമവും നൽകിയല്ലോ. പുതിയ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷയോടെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുകയും ഉറച്ച മനസ്സോടും ഉറച്ച കാലുകളോടും ജീവിപ്പാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ജോലിവേലകൾ, യാത്രകൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ദൈവം തമ്പുരാന്റെ കരുണ അനുഭവിച്ച് നിറഞ്ഞ ഹൃദയത്തോടെ പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം ഏവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.